ഇവിടെ ഉണ്ടാക്കുന്നത് പരിപ്പ് വടയാണ്. അതിനാവശ്യമായ പരിപ്പ് വടപ്പരിപ്പ് എന്ന് പറയും, കടലപ്പരിപ്പ് എന്ന് പറയും. വേറൊരു പരിപ്പ് എടുക്കരുത്, ഈ പരിപ്പ് തന്നെയായിരിക്കണം. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഇതേമാതിരിയുള്ളൊരു ഇഞ്ചി ഒരു കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തുടം വെളുത്തുള്ളി, 4 പച്ചമുളക്, ആവശ്യമായ വേപ്പില, ഒരു 12 ചുമന്നുള്ളി തൊലി കളഞ്ഞെടുത്തത്, ഇത് ചെറുതായിട്ട് വട്ടണ അരിയുക. പിന്നെ ഇതിനാവശ്യമായ ഉപ്പ്, 1/2 ടീസ്പൂൺ കായം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്രയാണ് ഇതിനാവശ്യമാണ്. ഇതെല്ലാം ഒന്ന് മിക്സിയിൽ ഒരടി അടിച്ചെടുക്കുക. അതിനുശേഷം ഇത് ഞാൻ 6 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ്. ഇത് ഇനി വെള്ളത്തിൽ നിന്ന് കോരി ഒരു 10 മിനിറ്റ് നമ്മൾ വെള്ളം വാലാൻ വെക്കണം. നമ്മൾ വെള്ളം വാലാൻ വെച്ച പരിപ്പ് പകുതി ഞാൻ മിക്സിയിൽ ഒരു കറക്കി അടിച്ചേക്കുന്നത്. പിന്നെ പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കറക്കി ഞാൻ മിക്സിയിൽ അടിച്ചു. പച്ചമുളകും ഇഞ്ചി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പച്ചമുളക് ചേർക്കണം എന്നില്ല, മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി, ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് അത് ഇതിനകത്ത് ചേർക്കുക, വേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പരിപ്പ് ഞാൻ അടിക്കുന്ന സമയത്ത് ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്തായിരുന്നു ആവശ്യത്തിന്, പരിപ്പിൻ്റെ കൂടെ മിക്സ് ആവാൻ വേണ്ടി. പിന്നെ ഈ പരിപ്പും കൂടി ചേർത്ത് നമ്മൾ കുഴച്ച്, പെരിഞ്ജീരകം ഞാൻ മിക്സിയിൽ പരിപ്പ് അടിക്കുന്ന സമയത്ത് ഞാൻ ഇട്ടായിരുന്നു, ഒന്ന് അടിയാൻ വേണ്ടി, അല്ലെങ്കിൽ അത് അങ്ങനെ മുഴുവനെ കിടക്കുമല്ലോ. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി നമ്മൾ വറക്കാൻ വയ്ക്കുക. ഇത് 2 ഗ്ലാസ് പരിപ്പ് 6 മണിക്കൂർ വെള്ളത്തിലിട്ടതാണ് കേട്ടോ. ഇത് മിക്സിയിൽ ഒന്ന് അടിച്ച് മിക്സ് ചെയ്ത് ചെറിയ ഇങ്ങനെ പരിപ്പ് വടയായിട്ട് ഇങ്ങനെ പരത്തി നമ്മൾ ചെറുതായിട്ട്, എത്രയും ചെറുതാക്കാവുന്ന അത്രയും ചെറുതായപ്പോഴും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ ഇരുന്ന് വെന്തോളും. ചെറിയ ചീഞ്ഞിട്ട് ഉണ്ടെങ്കിൽ അത് എടുക്കുക. ചീഞ്ഞിട്ട് ചൂടാക്കി കഴിയുമ്പോൾ വെളിച്ചെണ്ണയോ ഓയിലോ ചേർക്കാം. ഓയിലായിരിക്കും കൂടുതൽ നല്ലത്, കാരണം വെളിച്ചെണ്ണ ആവുമ്പോൾ എണ്ണ അതിനകത്ത് പിടിക്കാൻ തുടങ്ങും. ഇത്തരം ചീഞ്ഞിട്ട് ഇല്ലെങ്കിൽ ഇതുമാതിരി ഒരു പാനാണെങ്കിൽ പാനായാലും മതി. അപ്പോൾ അതിനകത്ത് ഓയിൽ വേണം. ഈ പരിപ്പോട് ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ ആ ഓയിൽ പിന്നീട് ഉപയോഗിക്കാൻ കൊള്ളില്ല. നമ്മുടെ ഹെൽത്തിന് വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ ചീഞ്ഞിട്ടി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ അതുമാതിരി ഒരു ചീഞ്ഞിട്ടി വീട്ടിലുണ്ടാകുന്നത് നല്ലതാണ്. ഒന്നറിയാനായിട്ട് നമ്മൾ ചെറിയൊരു കഷ്ണം പരിപ്പ് ഇങ്ങനെ ഇട്ട് നോക്കുക. അത് പൊങ്ങി നിൽക്കുകയാണെങ്കിൽ ആ വെളിച്ചെണ്ണ അത് ചൂടായി. ഇപ്പം ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് പരിപ്പ് വടകൾ നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ ഇടുക. മുങ്ങാവുന്ന രീതിയിലായിരിക്കണം ഓയിൽ ഒഴിക്കേണ്ടത്. പരിപ്പ് വട ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെറു തീ കുറയ്ക്കണം, ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം. ഹൈയിൽ നിന്ന് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം. അതേമാതിരി ഇപ്പം ഈ ചീഞ്ഞട്ടി ഇല്ലാത്തവർ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ ഇതേമാതിരി പാനിൽ ഒരു 1.5 ഗ്ലാസ് ഓയിൽ ഒഴിച്ചിട്ട് എന്നിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് ഉരുട്ടിയിടുക. ഉരുട്ടിയിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊന്ന് ഫ്ലെയിം ഒന്ന് മീഡിയം ലെവലിലേക്ക് ആക്കണം. അത്രയും നേരം ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മീഡിയം ഫ്ലെയിമിൽ, അപ്പോൾ അന്നാലാണ് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് ഇതാവുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കിടക്കട്ടെ. നമ്മൾ ആദ്യം ഇട്ട പരിപ്പ് വടകൾ ഒന്ന് മറച്ചിടുക. മറിച്ചിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾ എടുക്കുക. കണ്ടോ, ഈ ഒരു കളറാകുമ്പോൾ നമ്മൾ അത് എടുത്ത് പകർത്തി വയ്ക്കുക. ഇങ്ങനെ ചീഞ്ഞട്ടിയിൽ ചെറിയ അരിപ്പ ഇങ്ങനെ ഉപയോഗിക്കുക. ഇനി ഇത് നമ്മൾ പതുക്കെ, ഇതിന് ശരിക്കും 7 മിനിറ്റാണ് ഇതിന് ശരിക്കും വേണ്ട ടൈം, മീഡിയം ഫ്ലെയിമിൽ. ഈ സ്പേസിൽ ഇനിയിപ്പോൾ കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാം. ഇങ്ങനെ ഓരോന്നും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നമുക്കധികം ഗ്യാസും പോകില്ല. എടുക്കേണ്ടത് എടുക്കുകയും ചെയ്യാം. ഓരോന്നിങ്ങനെ ഉണ്ടാക്കി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. എടുത്ത് നമ്മളൊരു ടിഷ്യൂ പേപ്പറിലേക്ക് കോരി മാറ്റുക. ഇങ്ങനെ ബ്രൗണിഷ് ഈ കളറ് ഗോൾഡൻ കളർ വരെ ആകണം. അപ്പോൾ നമ്മുടെ പരിപ്പോട് തയ്യാർ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കൂടിയാണ്.